ചങ്ങായിമാരെ, കാണാൻ എന്താ സുന്ദരനി. സനൂപ് സുന്ദരന, അവൻ വല്ലാത്ത സംഭവമാണ്. ഞാനിങ്ങനെ പറയുമ്പോ നിങ്ങൾ വിചാരിക്കും ഇതെന്താണ് സംഭവം എന്നല്ലേ. സംഭവം തന്നെ. മൂപ്പര ജോലി എന്തെന്നറിയോ? മൂപ്പര ജോലി ഹോട്ടലിലെ മാനേജർ എന്ന് പറയുമ്പോ നിങ്ങൾ ചോദിക്കും അതെന്തൊരു പ്രത്യേകത ഒരു കാര്യമെന്ന്. അവിടെയാണ് കാര്യങ്ങളുള്ളത്. ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണണം. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്താണ് സംഭവമെന്ന്. നമ്മളെല്ലാവരും ഒരു ജോലി ചെയ്യുന്നുണ്ടാവും. പക്ഷെ അവിടെ കിട്ടുന്ന ശമ്പളം നമുക്ക് ചിലപ്പോൾ മതിയാവൂല. നമ്മുടെ കുടുംബത്തിനെ പോറ്റാനാണെങ്കിലും ചിലപ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാനാണെങ്കിലും തേയൂല കിട്ടുന്ന ശമ്പളം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പാർട്ട് ടൈം ആയിട്ട് വേറെ ജോലി അതിൻ്റെ ഇടയിൽ നോക്കും. എന്നുവെച്ചാൽ ഇവിടെ ഈ ജോലി ചെയ്യുന്ന ചിലപ്പോൾ 8 മണിക്കൂറായിരിക്കാം. അതിനുശേഷം നമ്മൾ പാർട്ട് ടൈം ആയിട്ട് വേറൊരിടത്ത് നമ്മൾ ജോലി അന്വേഷിച്ച് നടക്കും. അങ്ങനെ സംഭവമാണ് നമ്മുടെ ഈ സുഹൃത്തിൻ്റെത്. സനൂപ് എന്താ പേര്? ഇവന്റെ പരിപാടി എന്തെന്നറിയോ? ഞാൻ പറയുന്നില്ല, നിങ്ങൾ കേക്ക് ഒന്ന്, അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാവും. ഈ ഹോട്ടലിലെ മാനേജറിന്റെ ഈ ജോലിയും കഴിഞ്ഞിട്ട് മൂപ്പര പരിപാടി എന്ത് കേൾക്ക് നിങ്ങള്. ഹോട്ടലിൽ മാനേജറായി ജോലി, ഒഴിവു സമയങ്ങളിൽ മോഷണം. കോഴിക്കോട് ചാത്തമംഗലത്ത് റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന വയോധികയുടെ സ്വർണ്ണമാല പൊട്ടിച്ചെടുത്ത എക്സിക്യൂട്ടീവ് കള്ളൻ ഒടുവിൽ പോലീസിന്റെ പിടിയിലായി. ചേവായൂർ കോട്ടക്കുന്ന് വില്ലിക്കാട് സനൂപാണ് പിടിയിലായത്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ചാത്തമംഗലം പൂളപ്പറമ്പ് സ്വദേശിനി ദേവകിയമ്മയുടെ കഴുത്തിലണിഞ്ഞ 1.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല പ്രതി പൊട്ടിച്ചെടുത്തു. ആശുപത്രിയിൽ പോയി മടങ്ങി വരുന്ന സമയത്ത് ബൈക്കിലെത്തിയ പ്രതി ചേവായൂർ സ്വദേശി ഷനൂപ് ദേവകിയമ്മയോട് വഴി ചോദിച്ചു. വഴി പറഞ്ഞു കൊടുത്ത ശേഷം അല്പം ദൂരെ വണ്ടിയിൽ സഞ്ചരിച്ച് തിരിച്ചെത്തി വയോധികയുടെ കഴുത്തിലണിഞ്ഞ സ്വർണ്ണമാല വലിച്ചു പൊട്ടിച്ച് പ്രതി ബൈക്കിൽ രക്ഷപ്പെട്ടു. 3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിരിക്കുന്നു. പിന്നെ ഒരു പ്രാവശ്യം രാമേട്ടന് പറയാൻ ചെന്ന് പിന്നെ സ്പീഡിൽ പോയി കാട്ട് തിരിച്ച് എന്താ എനിക്ക് ഈ അങ്ങനെ അതുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞപ്പോ പറയാ, ഞാൻ ഒരാളെ കാത്തുകപ്പം വരും അങ്ങനെ പൊട്ടിക്കലും സ്പീഡ് പോയാലും കഴിഞ്ഞു. താരി തൂക്കിക്കൊണ്ടാവും പോയത്. തുടർന്ന് ദേവകിയമ്മ കുന്നമംഗലം പോലീസിൽ പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ കുന്നമംഗലം പോലീസും സ്പെഷ്യൽ സ്ക്വാഡും പ്രതിയെ പിടികൂടുന്നതിന് അന്വേഷണം ആരംഭിച്ചു. സമാനമായ രീതിയിൽ മോഷണം നടത്തിയവരെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചു. പരിസര പ്രദേശങ്ങളിൽ നിന്ന് ശേഖരിച്ച CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചു കൂടി നടത്തിയ അന്വേഷണത്തിലാണ് എക്സിക്യൂട്ടീവ് സ്നാച്ചർ എന്നറിയപ്പെടുന്ന ഷനൂപ് പിടിയിലാകുന്നത്. നേരത്തെയും ഇതിനു സമാനമായ രീതിയിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ സ്വർണ്ണാഭരണം പിടിച്ചുപറിച്ച കേസുകൾ ഇയാൾക്കെതിരെയുണ്ട്. കോഴിക്കോട്ടെ ഒരു ഹോട്ടലിൽ മാനേജറായി ജോലി ചെയ്യുകയാണ് പ്രതിയായ ഷനൂപ്. ജോലിയുടെ ഒഴിവു സമയങ്ങളിലാണ് എക്സിക്യൂട്ടീവ് ലുക്കിൽ മോഷണത്തിനിറങ്ങുന്നത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. കേട്ടില്ലേ നിങ്ങള്? അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ത്? ഹോട്ടലിലെ മാനേജർ ഒഴിവ് സമയങ്ങളിൽ എന്തിനു പോകുന്നത്? മാല മോഷ്ടിക്കാൻ, വെച്ചാൽ കക്കാൻ പോകുന്നത്. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, ഈ ഹോട്ടൽ മാനേജറായിട്ട് അവിടെ ജോലിക്ക് അന്വേഷിക്കാൻ വരുമ്പോ അവരവന്റെ കാര്യങ്ങളൊന്നും അന്വേഷിക്കുന്നില്ലേ? ഡീറ്റെയിൽസ് അന്വേഷിച്ചായിട്ട് നോക്കുന്നില്ല ഇവന് എവിടെയുള്ളതാണ്, പിന്നെ ഇവനിക്ക് ഈ ജോലിക്ക് വെക്കണമെങ്കിൽ മുമ്പത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് അന്വേഷിച്ചിട്ടായിട്ടല്ലേ വെക്കേണ്ടത്. കാരണം വെച്ചാൽ ഹോട്ടലിൽ കിച്ചൻ്റെ പാത്രം കഴുകുന്ന പണിയോ അങ്ങനെയുള്ള പണികളൊന്നും അല്ലാതെ ഏൽപ്പിക്കുന്നുള്ളത് ഹോട്ടലിലെ മാനേജർ. അപ്പൊ അവിടെ വന്ന എത്ര ആളെ സാധനങ്ങൾ ഇവന് അടിച്ച് മാറ്റിയിട്ടുണ്ടാവും അല്ല? നിങ്ങളൊന്ന് ചിന്തിക്കണം. ഒരു മാനേജറാകുമ്പോ അവിടെ വന്ന കസ്റ്റമറിനെല്ലാം നല്ല രീതിയിൽ ഡീലിങ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയെങ്കിൽ ജോലി ചെയ്യുന്ന അവിടെ വെയിറ്ററിനെ കാട്ടി നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നതായിരിക്കും അറിയോ? അവിടെയുള്ള മാനേജറിന്. അല്ലെ, മനസ്സിലാക്കണ്ടേ നിങ്ങൾ?
ആ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഇപ്പം നമുക്ക് ഒരു ബാത്റൂമിലേക്കാട്ട് പോകുന്നുണ്ടെങ്കിൽ ഒരു സാധനം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നത് ആരെ ചിലപ്പായിരിക്കും? ഒന്നുകിൽ ക്യാഷ്യറിനെ ഏൽപ്പിക്കും, പാടെ ഉണ്ടെങ്കിൽ മാനേജറിനെ ഏൽപ്പിക്കും. അപ്പം ഇങ്ങനെയല്ല ചെയ്യുന്നുണ്ടെങ്കിൽ ഇവന് എന്തായിരിക്കും? ഇവനിക്കൊരു പ്രശ്നം ഉണ്ടായില്ല. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയാ, ഇവനെ ചിലപ്പോൾ അറസ്റ്റ് ചെയ്തിട്ട് ജയിലിൽ കൊണ്ടുപോകും. ഒരു ദിവസം 2 ദിവസം ആകുമ്പോൾ ജാമ്യത്തിൽ തിരിച്ചു വിടും, അല്ലെങ്കിൽ കുറച്ച് ദിവസം അവിടെ ജയിലിൽ കിടക്കും. സംഭവം കഴിഞ്ഞില്ലേ, ജയിലിൽ നല്ല ഫുഡും കിട്ടി. ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ തന്നെതാണെങ്കിൽ ഇവന് വീണ്ടും ഇറങ്ങുന്നില്ലേ? നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇവൻ്റെ മാതാപിതാക്കൾക്ക് എത്ര ടെൻഷൻ ഉണ്ടാവും അല്ലേ? ഇനിയിപ്പോൾ ആ ഒരു കുടുംബത്തിൽ നിന്ന് നല്ലൊരു ആലോചന വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവൻ്റെ പെങ്ങന്മാർ കല്യാണം കഴിക്കാനുണ്ടാവും, ചിലപ്പോൾ അവൻ്റെ അനിയന്മാർ കല്യാണം കഴിക്കാനുണ്ടാവും. ഒരു ആലോചന വരുന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു ആലോചന അവിടെ ശരിയാവോ? എന്ത് ആ പേരുദോഷം വന്ന് കള്ളൻ്റെ വീടാണെന്ന് ഒരാൾ ഒരു വീട്ടിൽ നിന്ന് ഒരു തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുടുംബം ഫുള്ളായിട്ട് എത്തി. നമ്മുടെ കുടുംബത്തിൽ ഒരു പണക്കാരൻ ഉണ്ടെങ്കിലുണ്ടല്ലോ, ഒരു ആലോചന വരുമ്പോൾ അന്വേഷണത്തിൽ എന്തെന്നാ പറയുന്നത്? ഇന്ന പൈസക്കാരെ ഇത് ഇളയപ്പാൻ്റെ മോനാണ്, അല്ല മൂത്തപ്പാൻ്റെ മോനാണ്, അല്ലെങ്കിൽ കാക്കാൻ്റെ മോനാണെന്ന്, അല്ല വലിയച്ഛൻ്റെ മോന, അങ്ങനെ ഇത് കൂടിയിട്ടാന്ന് പറയുന്നത്. എങ്ങനെ ക്യാഷ് ഉള്ളവനെയാണ് ചൂണ്ടിച്ചാട്ടുന്നത്. അതേപോലെ തന്നെയാണ് അവിടെ ഒരു കള്ളനുണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മൾക്ക് ഈ ബന്ധം ശരിയാകൂല. കാരണം വെച്ചാൽ ആ വീട്ടിലുള്ള അവന് കള്ളനാണ്. എങ്ങനെയാണ് നമ്മളെ മകളെ അവിടെ അയക്കും? എങ്ങനെയാണ് അല്ലെങ്കിൽ അവിടുത്തെ പെണ്ണിനെ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവരും അല്ലേ? എത്ര നല്ല ചെറുപ്പക്കാരനാണ്. ചോട്ടാ മോട്ട പണിയൊന്നും അല്ല മൂപ്പരടുത്തുള്ളത്. കാര്യമായ ബാങ്ക് മാനേജറെ ജോലിയാണ് മൂപ്പർ ചെയ്യുന്നുള്ളത്. അവിടുന്ന് കിട്ടിയ സമയം അതാ വയസ്സനായ അമ്മുമ്മൻ്റെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ആ കഴുത്തുനിന്ന് മാല പിടിച്ച് പറിക്കുമ്പോൾ അമ്മുമ്മക്ക് എത്രത്തോളം വേദന പറ്റിയിട്ടുണ്ടാവും അല്ലേ? ഇങ്ങനത്തെവർക്ക് എന്ത് വേദന. നാളെ ഇവര് സ്വർണത്തിനു വേണ്ടിയിട്ട് ആളെ കൊല്ലില്ല എന്ന് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റുമോ? ഇങ്ങനെയുള്ളവരെല്ലാം ഇല്ലേ, തക്കതായ ശിക്ഷ നമ്മുടെ ഗവൺമെൻറ് കൊടുക്കണം. എൻ്റെ പിന്നൊരു അഭിപ്രായത്തിൽ ഇന്ന് ജയിലിൽ അടിപൊളി ഫുഡാണ് കിട്ടുന്നത് എന്ന് പറയുന്ന കേൾക്കുന്നുള്ളത് മട്ടൻ, ചിക്കൻ, പിന്നെ അങ്ങനെ ബിരിയാണി, അങ്ങനെ സാധനങ്ങളെല്ലാം കിട്ടുന്നത്. ഇത് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ കേരള ഗവൺമെൻറ് ജയിലിൽ ഇങ്ങനെയുള്ള ഫുഡുകളെല്ലാം നിർത്തിയിട്ട് അത് നമ്മുടെ സ്കൂളിലത്തെ അംഗനവാടിയിലേക്കോ മറ്റുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ നോക്കാം. ഡെയിലി കഴിക്കട്ടെ എന്നവര് ബിരിയാണിയും നെയ്ച്ചോറും അടിച്ച് കഴിക്കട്ടെ നമ്മളെ കുട്ടികള്. അല്ലാണ്ട് ഈ ജയിലിൽ കൊടുത്തിട്ട് അവർക്ക് വീണ്ടും എനർജി വരുത്തിക്കണ്ടല്ല നമ്മൾ ചെയ്യേണ്ടത്. തന്നെയാ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇങ്ങനെയുള്ളവരെ ഇല്ലേ തക്കതായ ശിക്ഷ കൊടുത്തിട്ട് ഇനി അവര് മേലിൽ കക്കാന് പോവാൻ പാടില്ല. അത് ഇതേ ചങ്ങായി എന്നെ പുറത്തിറങ്ങിയെങ്കിൽ വീണ്ടും ഇറങ്ങുന്നല്ലേ. കിട്ടിയില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യും. മനുഷ്യനെ ചിലപ്പോൾ അപായപ്പെടുത്താൻ വരെ ചാൻസ് ഉണ്ട് ഇങ്ങനത്തെ ആള്.